Watch full episodes on Jio Hotstar. ഇതോ നിങ്ങൾ ചോദിച്ച കാര്യം റെഡി ആവാറായി. ജോലി നടന്നോണ്ടിരിക്കുക. ഇതോ ഇതോ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ അറിയാമല്ലോ, എംപോസിബിൾ. അതെ പൊന്ന് ചേട്ടായി, എന്താത്? എന്റെ അമ്മ, താൻ പറഞ്ഞല്ലോ താൻ ടോയ് വേൾഡിന്റെ ബാർബറോസിന് വേണ്ടി വർക്ക് ചെയ്യാണെന്ന്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ലോകത്തിൽ പല സ്ഥലത്തും വെച്ച് ജനങ്ങൾ കാണാതായി പോകുന്നു കംപ്ലൈന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ ഫുട്ബോൾ ചേട്ടാ, ഒരു കാര്യം പറയേ. ടോയ് വേൾഡിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് പറയേ. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് എർത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ബാർബഡോസ് ആണ് പോർട്ടൽ ഓപ്പൺ ചെയ്തു തരുന്നത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവർ സിഗ്നൽ കൊടുത്ത ഉടനെ ബാർബഡോസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. മിസ്റ്റർ നോവ, ഈ എല്ലാ ടോയ് വൈറസ് കൺവേർട്ടർ ക്യാബിൻ എപ്പോഴാണ് ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ഒരേ ഒരു ക്യാബിൻ മാത്രമേ ഉള്ളത് കാരണം എന്റെ പ്ലാൻ വളരെയധികം വൈകിപ്പോകുന്നു. സർ, നമുക്കൊരു കെമിക്കലിന്റെ ആവശ്യമുണ്ട്. ആ കെമിക്കൽ ഉപയോഗിച്ചാണ് ഇവരെ ടോയ് വൈറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ പേരാണ് ഇലക്ട്രോപാറ്റിഡോനോമാസ്. അതിന്റെ ഡെഗിങ് സ്പാർക്ലിംഗ് മൗണ്ടൈനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച അളവിനുള്ള ക്വാണ്ടിറ്റി കിട്ടിയാൽ ഒരേ സമയത്ത് എല്ലാ ക്യാബിനും നല്ലോണം പ്രവർത്തിച്ചു തുടങ്ങും. അതെ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. മോട്ടു പട്ടിലു എന്തായാലും തിരിച്ചു വരും. എന്നിട്ട് നമ്മളെ ഇവിടുന്ന് രക്ഷിക്കും. ആരാ ഇപ്പൊ സംസാരിച്ചേ? ഈ മോട്ടു പത്തിലു ആരാണ്? നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ വരും എന്ന് പറയുന്നുണ്ടല്ലോ. പറ, എനിക്കത് കേൾക്കാൻ പറ്റി. എന്റെ ചെവി ഒരു ചെറിയ മുട്ടുസൂചിയുടെ ശബ്ദം പോലും പിടിച്ചെടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലേ നിങ്ങളെ ഓരോരുത്തരെയും ആ ക്യാബിന്റെ അകത്തിട്ട് അടച്ചിടിക്കാൻ. സാറേ, ഞാൻ ഉത്തരം പറയാം. എന്റെ പേരാണ് ജോണ്, ഫുർഫുറി നഗരത്തിന്റെ ഡോണ്. നിങ്ങൾ ഈ നഗരത്തിലെ ഡോൺ അല്ലേ? അതുപോലെ മോട്ടുപത്തിലും വരും എന്ന് പറഞ്ഞതേ ഇയാളാണ്. ഇദ്ദേഹമാണ് ചായക്കട ചേട്ടൻ. ഫുർഫുറി നഗരത്തിലെ ചായയും സമോസയും വിൽക്കുന്ന ആളാ. വെറും ചായയും സമോസ മാത്രല്ല, ഞാൻ സ്വീറ്റ്സും വിൽക്കാറുണ്ട്. എനിക്ക് എല്ലാ നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. ഞാൻ വളരെ നല്ല ഷെഫും ആണ്. ഓ, അപ്പൊ പലതരത്തിലുള്ള പാചകം നീ ചെയ്യുമല്ലേ? വെരി ഗുഡ്. എനിക്ക് മനുഷ്യര് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ഇഷ്ടമാണ്. ഇനി പറ, ഈ മോട്ടു പത്ലു എന്നവരാരാണ്? നിങ്ങൾക്ക് ആരാന്നറിയില്ലേ? നിങ്ങളുടെ ഒരാളെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ലേ? അവനാണ്. ഞങ്ങള് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചായിരുന്നേ. നിങ്ങൾ ബിസി ആയിരുന്നു. ആ സമയത്ത് അവര് ഫുഡ്മാനെ പിടിച്ചോണ്ട് പോയി. അപ്പൊ നീ എന്തിനാ തിരിച്ചു വന്നേ? അവരെ തിരിച്ചു കൊണ്ടുവരാൻ നീ എന്തിനു പോയില്ല? ബാർബഡോസ്, അവര് ഫുഡ്മാനെ അവസാന സമയമാണ് പിടിച്ചത്. അപ്പോഴത്തേക്കും പോർട്ടൽ ക്ലോസ് ആയി. ഇങ്ങോട്ടേക്ക് വരെയുള്ള പോർട്ടൽ അങ്ങേക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വേഗം വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. തീർച്ചയായിട്ടും അവരെ പിടിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നേ. നിങ്ങൾക്ക് അവരെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരേ ഒരു ചാൻസ് തന്നു നോക്കൂ. അതിനുശേഷം നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും. ഫുർഫുറി നഗരത്തില് എന്നെ കൊണ്ട് അവരെ പ്രതികാരം വീട്ടാനായില്ല. പക്ഷെ ഇവിടുന്ന് എനിക്ക് അവരെ പ്രതികാരം വീട്ടാൻ പറ്റും. നീ ഒരു നല്ല സഹായമായിരിക്കും എനിക്ക് തോന്നുന്നു. ആ ടീ കടക്കാരനെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. പിന്നെ ജോണിനെ എന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഓക്കെ ബാർബഡോസ്. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ആ പോർട്ടലിനകത്ത് എങ്ങനെയാ പോകേണ്ടത് ഞാനിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പോർട്ടൽ ഓപ്പൺ ആകും. അതിനുശേഷം നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അടിപൊളിയല്ലേ? പക്ഷേ ബട്ടൺ ഞാനാണ് അമർത്താൻ പോകുന്നത്. എന്താ ഇത്? അയ്യോ വല്ലേട്ടാ, എന്താ ഈ വെട്ടം? ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ബ്രോ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ
എന്തെങ്കിലും ഒന്ന് പിടിച്ചോ. എന്റെ മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ. എന്നെ ഇവിടെ തരിച്ചാക്കിട്ട് പോകല്ലേ. എനിക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാ. ബാർബഡോസ് അവരുടെ കഥ കഴിക്കും. അവരെ വെറുതെ വിടില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. താൻ എന്റെ കൂടെ വാടോ ചേട്ടാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇതെവിടെയാണ്? ഇത് ഏതാ സ്ഥലം? അത് തന്നെ. ഈ സ്ഥലം എത്ര മനോഹരമാണ്. ശരിക്കും അടിപൊളി. നോക്ക്, അവൻ ബാർബഡോസിന്റെ ഫുഡ്മാൻ ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ ആരാ? ഇവരൊരു പക്ഷെ ബാർബഡോസിന്റെ ആളുകളായിരിക്കും. അടിക്കവരെ. വേണ്ട, എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദി മോട്ടു പത്ലു. വരൂ ഓടാം. എന്റെ അമ്മ, എന്താ ഞാൻ കുടുങ്ങിയോ? ഇതിനൊന്നും ഇപ്പൊ സമയമില്ല. വിട്ടോ. അയ്യോ, നോക്ക്, പോലീസ്. വേഗം. അയ്യോ, ബാർബഡോസ് എവിടെയാണെന്ന് പറ. അവനെ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. വരൂ വരൂ മേയർ സാർ. ഇവന്മാരൊന്നും പറയണില്ല. സത്യമായിട്ടും ആ ബാർബി ടോയ്സ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് വേണമെങ്കിൽ തലകിടെ കെട്ടി തൂക്കിയിട്ടോ. എന്ത് ചെയ്താലും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഗുഡ് ഐഡിയ. എന്താ മാട്ടോ, നീ തന്നെ ഐഡിയ കൊടുത്തല്ലോ. ഇപ്പൊ മര്യാദക്ക് പറ, ആ ബാർബഡോസ് എവിടെയാണെന്ന് പറയാൻ. എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നേ? ആ ബാർബഡോസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. ഇത്ര പിടിവാശി പാടില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം ഓവർ ആവും. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലത് പറഞ്ഞില്ലേ സാർ. പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നേ? ഞങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടി ഐസ് കെട്ടിയുടെ പുറത്ത് നിർത്തിയാലും അവരെവിടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആക്ച്വലി ഗുഡ് ഐഡിയ. പോലീസ് സാറേ, ഒരു മിനിറ്റ് ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്തേ. ഒരു കാര്യം ചെയ്യാനുള്ളത്. ഇപ്പൊ വരാം. ഞാനും റെഡിയാണ് നോട്ടി. എവിടെ പോണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. എന്തിനാ നോട്ടി കാർ നിർത്താൻ പറഞ്ഞത്? ബാർബഡോസിന്റെ ഷിപ്പിന്റെ സിഗ്നൽ ഇവിടെ വരെയേ ഉള്ളൂ. ഇതിന് ശേഷം അവൻ എവിടെ പോയെന്ന് ഇതിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് കാടായത് കൊണ്ടായിരിക്കോ? ഓ നോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നോക്കി, അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഇരുട്ടായില്ലേ. നമ്മൾ ഇന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോവാം. അവിടെ ആരും ഉള്ളത് പോലെ ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. വരൂ, ഇപ്പൊ തന്നെ പോയി നോക്കാം. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ചോദിക്കാം. വരൂ.
എക്സ്ക്യൂസ് മീ. ഓ, ചായക്കടക്കാരനോ? ആട്ടെ, ഇന്ന് നിന്റെ മെനു എന്താണ്? ഏത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ സാർ. എന്ത് ഭക്ഷണമാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ചായക്കടക്കാരാ, നീ എനിക്കൊരു പെർമനന്റ് കുക്കായിട്ട് ഇവിടെ ഉണ്ടാവണം. ഇല്ല. വാ വാ മിസ്റ്റർ നോവാൾ, ടെൽ മീ, ടോയ് കൺവേർട്ടർ ക്യാബിനുടെ സ്റ്റേറ്റസ് എന്താണ്? സർ, എത്ര ഇലക്ട്രോ പ്ലാറ്റിനം വീനസ് വേണോ അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് പ്ലെയിനിൽ കൊണ്ടുവരണം. അങ്ങനെ ചെയ്ത എല്ലാ ടോയ് വൈറസ് കൺവേർട്ടർ ക്യാബിന് റെഡി ആകും. വെരി ഗുഡ് ഹാമർമാൻ. നിന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയി നീ അവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്യ. ഈ ലോഡിങ്ങിൽ ഒരു രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. വരൂ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇവന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ട്. ഞാനൊന്നും ചെയ്തില്ല. ജോൺ, ഞാൻ 2-3 പ്രാവശ്യം കണ്ടു നീ ഫോണിൽ ആരോടെ രഹസ്യമായി സംസാരിക്കുന്നത്. ആരോടെ സംസാരിച്ച് പറ. നീയാണോ ബാർബിഡോസിനോട് നമ്മുടെ ലൊക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്? കാരണം നമ്മൾ എവിടെ പോയാലും അവൻ അത് അറിയുന്നുണ്ട്. എങ്ങനെയാ അവൻ അത് അറിയുന്നേ? നിനക്കെന്താ വട്ടാണോ പത്തലു? ഞാനെന്തിനാ നമ്മുടെ ലൊക്കേഷൻ അയാൾക്ക് തരാൻ പോകുന്നേ? ഇവിടെ നിങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോട്ടു പത്തലു. എന്നാ നോക്കിക്കോ, ഞാൻ നമ്പർ 1 നമ്പർ 2-നാണ് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർക്ക് കോൾ പോയാ നമ്മളെ കൊണ്ട് അവരെവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. അവരുടെ അവസ്ഥ എന്താന്ന് അറിയാൻ പറ്റുമല്ലോ. അത് ജോൺ, ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. നീ കരച്ചിലൊന്ന് നിർത്ത്. ഗുഡ് ബോയ്. അയ്യോ, അത് സോംബീസാ. നമുക്ക് ഓടാം. അവരല്ലെങ്കിൽ നമ്മളെ കഴിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല. എന്നോടൊപ്പം വരൂ, ഞാൻ നോക്കിക്കോളാം. ചിങ്കം സാറേ, സൂക്ഷിച്ച്. അവിടെ തന്നെ നിൽക്ക്. ഫുർഫുറെ നഗരമാണ് സത്യം, എന്റെ ഇളനീർ പട്ടാളമാണ് സത്യം. ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. കം ഓൺ, ചാർജ്. ഇളനീർ പട്ടാളമേ, സ്റ്റോപ്പ്. നൗ അറ്റാക്ക്. ദാ ആ വരുന്ന ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യൂ. This is Rowdy Inspector. താങ്കൾ ഇന്ന് താങ്കളുടെ റൗഡി അവതാരം പുറത്തെടുത്ത് കാണിച്ചു. കലക്കി കളഞ്ഞു സാർ. അപ്പോഴേക്കും വിജയം ആഘോഷിക്കാനായിട്ടില്ല.
ആരും പേടിക്കണ്ട, അതൊരു മുയൽക്കുട്ടിയാണ്. ഞങ്ങൾ ആവശ്യമില്ലാതെ നിന്നെ കണ്ട് പേടിച്ചു പോയി. ഇതിൽ പെട്ടെന്ന് കിട്ടി. എന്താ ചെയ്യുന്നവര്? അല്ല, എന്താ ഇത്? എനിക്ക് ഡിന്നർ ആവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ വേണ്ട വേണ്ട, നമുക്ക് ഓടി രക്ഷപ്പെടാം. താഴെ ഇറങ്ങി വാ. പത്തുലു, അവർ നമ്മളെ വലിച്ചെടുക്കും. എന്തെങ്കിലും ഐഡിയ പറ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അയ്യോ വേണ്ട വേണ്ട. ഐഡിയ. ഇത് രാത്രി നമ്മൾ ഈ മരത്തിൽ തന്നെ ഉറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും മരത്തിൽ തന്നെ കിടന്നുറങ്ങിക്കോളൂ. ഞാനിവിടെ കാവലായിട്ടിരിക്കാം. ഓ, ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഓ സോറി. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഔളിനെ പോലെ മരത്തിന്റെ മീതെ കിടന്നുറങ്ങിയിട്ടേ. എന്റെ തല കറങ്ങുന്നേ. എന്റെ ജോണെ, നമ്മളിപ്പോ സന്തോഷിക്കേണ്ട കാര്യം എന്താന്ന് അറിയോ? ആർക്കും ഒന്നും ആവാതെ ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതെ അതെ. മോട്ടു അങ്ങോട്ട് നോക്ക്. ആ മലകൾ എത്ര കളർഫുൾ ആണെന്ന്. എത്ര മനോഹരമായ കാഴ്ച. അതെ എന്റെ ചങ്കയുടെ ബ്രോ. ഇതാണ് സ്പാർക്ലിംഗ് മൗണ്ടൻസ്. അല്ല, എന്താ ഒരു ശബ്ദം? വരൂ, നമുക്ക് അവിടെ പോയി എന്താന്ന് നോക്കാം. ഇവർക്ക് ഞാനൊരു പണി തരാൻ പോവാ. മോട്ടു പത്ലു, ഫോളോ മീ. നമുക്ക് ഈ വഴി പോവാം. ഇത് കാണാൻ ഷോർട്ട് കട്ട് പോലെയുണ്ട്. ആ ജോൺ, നീ ആ ഭാഗത്തു കൂടെ പോയിക്കോ. ഞങ്ങളെല്ലാവരും ഈ ഭാഗത്തു കൂടെ പോയിക്കോളാം. വരൂ. ഇതെന്താ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു മിനിറ്റ് നിക്ക്. അല്ല, ഈ ജോണിന് എന്താ പറ്റിയത്? ഞാൻ പറയുന്നത് എന്തെങ്കിലും ഏഴാം കുളത്തിലാണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അയ്യോ, നിക്ക് നിക്ക്, ഞാനും വരുന്നുണ്ട്. പോവല്ലേ? എനിക്കിപ്പോ നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിക്ക് നിക്ക്, ഞാനും വരാൻ പോവല്ലേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും പവർഫുൾ ആയിട്ട് മൗണ്ടൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. അതേ വലിയേട്ടാ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് നോക്കിയേ. ഷെടാ എന്റെ ചങ്കയുടെ ബ്രോ. നിക്ക്, ഞാൻ നോക്കട്ടെ. റോപ്പ് മാൻ, ഇത് പെട്ടെന്ന് കണ്ടെയ്നറിലേക്ക് പോയിട്. ഈ കണ്ടെയ്നർ ആദ്യം ഇവിടുന്ന് എടുത്തോണ്ട് പോണം. വേഗം കാര്യങ്ങൾ നടക്കട്ടെ. ബാർബഡോസ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും എന്തോ കെമിക്കൽസ് പാക്ക് ചെയ്ത് ആ ഫ്ലൈറ്റിൽ ലോഡ് ചെയ്തോണ്ടിരിക്കുക. തന്നെ ഞാൻ നോക്കട്ടെ.
അല്ല അതാരാ? അയ്യോ അച്ഛൻ! മോട്ടു അങ്കിൾ, എന്റെ അച്ഛൻ പ്ലെയിനകത്തേക്ക് പോകുന്നു. ബാർബിഡോസിന്റെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോ ആ കെമിക്കലിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. വലിയേട്ടൻ നമുക്ക് പ്ലെയിനിൽ പോയാലോ? ഈ പ്ലെയിൻ ഉറപ്പായിട്ട് ബാർബിഡോസിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. വാ നമുക്ക് പോകാം. ഡോറ് അല്ല, ഇതുപോലത്തെ ഡോർ ആരാണ് തുറക്കുന്നത്? കൂടുതൽ സംസാരിക്കുന്നത് പെട്ടെന്ന് ഡോർ തുറക്ക്. ഇതാ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. വരൂ, വേഗം വരൂ. ജോൺ നോക്കി നിൽക്കുന്നത്. വാ. അയ്യോ, അച്ഛൻ എവിടെയാ? അച്ഛൻ അകത്തേക്ക് വന്നത് ഞാൻ കണ്ടതാണല്ലോ. നോട്ടി, അച്ഛന്റെ മോൻ. അച്ഛാ! നോട്ടി, നോട്ടി, അച്ഛന്റെ പൊന്നു മോനെ. അച്ഛാ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനും മിസ് ചെയ്തു മോനെ. നോട്ടി, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? നോട്ടിയുടെ പപ്പ. ഓ മോട്ടു, ഹായ് പറ്റ്ലു. എനിക്ക് നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ബാർബഡോസിനെ ഇവിടെ പിടിക്കാവുന്നതാണെന്ന് കേട്ടു. നിങ്ങളെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ബാർബഡോസിനെ പിടിച്ചേ പറ്റൂ. അതെ, ഞങ്ങൾ തീർച്ചയായും അവനെ പിടിക്കും. പക്ഷെ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ആദ്യം ഞങ്ങളോട് ഒരു കാര്യം പറയൂ, ഈ പ്ലെയിനിൽ എന്താ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇത് ഇലക്ട്രോ പ്ലാറ്റിനോമസ് കെമിക്കൽ. ഈ കെമിക്കൽ ഇല്ലാതെ ടോയ് മാനെ ടോയ് വൈറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടോയ് മാനെ ടോയ് വൈറസ് ആക്കാനുള്ള പ്ലാൻ ആയിരിക്കണം. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അകത്തുണ്ടെന്ന് എനിക്കറിയാം. കഥക തുറക്ക്. ഇതെന്താ അത്ഭുതം! നമ്മൾ എവിടെ പോയാലും ഇവന്മാര് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഹാങ്കർമാനും റോപ്പ്മാനും സംസാരിക്കുന്നത് കേട്ടതാ. ജോൺ എന്ന് പറഞ്ഞ ആണുണ്ടത്രേ. അവൻ ഹ്യൂമൻ ആണത്രേ. നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അയ്യോ എന്റെ അമ്മ, ഞാൻ കുടുങ്ങിയല്ല. എനിക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. അത് മോട്ടു വേണ്ട, എന്നെ വിട്ടേക്ക് മോട്ടു. എവിടേക്കാ നീ രക്ഷപ്പെടാൻ നോക്കുന്നെ? ഇങ്ങോട്ട് വാ. വേണ്ട. നിനക്ക് പണിയുണ്ട്. സോറി സോറി, വെരി വെരി സോറി. ബാർബഡോസ് എന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവൻ നമ്പർ 1 നമ്പർ 2 പിടിച്ചു വെച്ചിരിക്കാൻ. ഞാൻ മാത്രം അവൻ പറഞ്ഞത് കേട്ടില്ലെങ്കില് അവർ രണ്ടുപേരുടെയും കഥ തീർക്കും. കഥക തുറക്ക്, അല്ലെങ്കിൽ ഞാനിത് ചവിട്ടിപ്പൊളിക്കും. ഹാമർമാൻ എപ്പോ വേണമെങ്കിലും കഥ പൊട്ടിക്കാം. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ഇതൊക്കെ ഫ്ലൈയിങ് സ്ക്യൂട്ടേഴ്സാ. ഇതിൽ കയറി നമുക്ക് പറക്കാം. വരൂ, പെട്ടെന്ന് വരൂ. അയ്യോ നിക്ക്, ഞാനും വരുന്നുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ടുപോ. എന്റെ ഈ രോഗികളുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മാനത്തിൽ സ്കൂട്ടർ ഓടിക്കുന്നത്. അയ്യോ എന്റെ അമ്മ, എന്താ ഇത്? അയ്യോ കെമിക്കൽസ് എല്ലാം താഴെ വീഴാണ്. ഇനി അവൻ ഒരിക്കലും ടോയ് വൈറസ് ഉണ്ടാക്കാൻ പറ്റില്ല. അയ്യോ എന്റെ അമ്മ, എപ്പോഴും ഞാനല്ലോ കുടുങ്ങുന്നത്. റോപ്പ്മാൻ, ആ കെമിക്കൽ കണ്ടെയ്നർ താഴെ വീഴുന്നു. അതെ പതിലു, ഇതെങ്ങനെയാ സംഭവിക്കുക? ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, ഇതെന്താ? അയ്യോ
ആരെങ്കിലും എന്നെ ഒന്ന് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നേ. അയ്യോ എന്റെ അമ്മ, എന്റെ അമ്മച്ചിയെ എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ. അയ്യോ രക്ഷിക്കേ. അയ്യോ ഞാൻ രക്ഷപ്പെട്ടേ, ഞാൻ രക്ഷപ്പെട്ടേ. ദേ കണ്ടില്ലേ, അവരാ കെമിക്കൽ മുഴുവനും കൊണ്ടുപോവാണ്. ജസ്റ്റ് ഫോളോ ദം. അവര് ബാർബഡോസിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ബാർബിഡോസ്, ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വേഗം പോ. പെട്ടെന്ന് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.